എല്ലാ വശങ്ങളും പരിശോധിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ നിങ്ങളൊരു പലരും എന്നോട് യൂട്യൂബ് പറഞ്ഞതുപോലെ ഇതിനകത്തൊരു മുൻവിധിയില്ല. ഞങ്ങൾക്ക് ഒരു ചർച്ചയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളൊക്കെ കർഷകരുടെ പ്രതിനിധികളും കർഷകരുമാണ്. ഇപ്പൊ ക്ഷീര കർഷകരെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം അതിനകത്ത് രണ്ടഭിപ്രായം ആർക്കുമില്ല. ക്ഷീര കർഷകരുടെ ഇന്നത്തെ സുഹൃത്തുക്കൾ നോക്കുന്നത്. പക്ഷേ ക്ഷീര കർഷകരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിപണിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി അതുമൂലം എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അത് എത്രത്തോളം എന്ന ആശങ്കയുണ്ട്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ എന്നോട് ചിലപ്പോൾ ചോദിച്ചവിടെ ഞാൻ പങ്കുവെച്ചതാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോ ചർച്ച ചെയ്ത് എല്ലാ വശങ്ങളും ചർച്ച ചെയ്തിട്ട് നമ്മളൊരു 5 അംഗ കമ്മിറ്റിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. 3 മേഖലാ യൂണിയന്റെ സീനിയർ ഉദ്യോഗസ്ഥരും ഫെഡറേഷന്റെ ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥനും അടക്കമുള്ള 5 പേര് ഒരു പരിശോധന നടത്തിയിട്ട് ഇതിനകത്ത് കർഷകരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും അതാലോചിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പാൽവില കൂട്ടണമെങ്കിൽ എത്ര കൂട്ടിയാൽ, കാരണം ഉത്പാദന ചെലവിനനുസരിച്ച് പാൽവില കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ മുമ്പിലൊക്കെ പഠനത്തിന് വെച്ചിട്ട് ഉത്പാദന ചെലവ് ഇത്ര വരുന്നു പറഞ്ഞാൽ അത്രയും കൂട്ടാൻ കഴിയില്ല. നമ്മളിപ്പം നിലവിൽ 52 രൂപ എന്നുള്ളത് എത്രമാത്രം കൂട്ടണമെങ്കിൽ കൂട്ടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ശുപാർശ. നമുക്കിത് മുന്നോട്ട് പോകാൻ കർഷകർ നിലനിൽക്കണം, അതോടൊപ്പം ഉത്പാദന സ്ഥാപനം നിലനിൽക്കണം. അങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് അടുത്ത ബോർഡിന് നമുക്ക് മുമ്പിൽ തരാനായിട്ടാണ് തീരുമാനിക്കുന്നത്. മിക്കവാറും നമുക്ക് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയും. ഞങ്ങളിതിപ്പോൾ തിരുവനന്തപുരം യൂണിയന്റെ ചെയർമാനുണ്ട്, എറണാകുളം യൂണിയന്റെ ചെയർമാനുണ്ട്. നമ്മൾ കർഷകരുടെ പ്രതിനിധികളെന്നുള്ളത് എനിക്ക് കർഷകരെ പരമാവധി സഹായിക്കുന്നതിന് ഇപ്പൊ നമ്മൾ കാലിത്തീറ്റയ്ക്ക് സബ്സിഡികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വില കൂട്ടുന്ന ഇങ്ങനൊരു കമ്മിറ്റി വെച്ച് പരിശോധന നടത്തുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ കാലിത്തീറ്റ ഫാക്ടറികളൊക്കെ നഷ്ടത്തിലാണ്. ഞങ്ങൾ ഭൂമിയായാലും കേരളത്തിലായാലും പോകുന്നത്. കഴിഞ്ഞ കൊല്ലം തന്നെ കാലിത്തീറ്റ ഫാക്ടറികളിൽ നമ്മൾ 70 കോടി രൂപ നഷ്ടത്തിലാണ് പോയത്. ഞങ്ങൾ 13 കോടിയോളം രൂപ കാലിത്തീറ്റ സബ്സിഡി ഫെഡറേഷന്റെ മാത്രം കൂടാതെ യൂണിയനുകൾ. ഇപ്പൊ കർഷകരെ സഹായിക്കുന്നതിന് ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ അടുത്ത മാസം ഈ മാസം നമ്മൾ 100 രൂപ ഫെഡറേഷന്റെ കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ കാലിത്തീറ്റ ഫാക്ടറികൾ നമ്മൾ നഷ്ടത്തിലാണെങ്കിലും അടുത്ത മാസം കൂടെ ആ 100 രൂപ സബ്സിഡി തുടരാനും 3 മേഖലാ യൂണിയനും അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ 150 രൂപ തിരുവനന്തപുരം യൂണിയനും മലബാർ മേഖലാ യൂണിയനും കഴിഞ്ഞ മാസം 100 രൂപയാണ്. ഇപ്പൊ ഇവിടെ കിട്ടുന്ന 100 രൂപ കൂടാതെ 3 യൂണിയനുകളും അവർക്ക് സാധ്യമായ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കാലിത്തീറ്റ സബ്സിഡി കൊടുക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് അതൊരു ആശ്വാസമാണ്. അത് കൂടാതെ ഇന്നിപ്പോ ക്ഷീരവികസന വകുപ്പിന്റെ ഡയറക്ടർ സെക്രട്ടറി ഇന്നത്തെ നമ്മൾ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു നിർദ്ദേശാനുസരണം ക്ഷീരവികസന വകുപ്പിന്റെയും പ്ലാൻ ഫണ്ടിൽ നിന്നും പരമാവധി കർഷകരെ സഹായിക്കുന്ന വിധത്തിൽ ഈ ഓൾട്ടർനേറ്റീവ് ഫീഡ്സോ തീറ്റയ്ക്കോ സബ്സിഡി കൊടുത്തുകൊണ്ട് നമ്മൾ മറ്റൊരു തീരുമാനം അനുകൂലമായിട്ട് എടുത്തു വരുന്നത് വരെ കർഷകർക്ക് ആശ്വാസ പദ്ധതികളുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശം തന്നെ വെച്ചത് ക്ഷീരവികസന വകുപ്പും ഡയറക്ടറും അതുപോലെ സെക്രട്ടറിയുമാണ്. നമ്മളത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇതിന്റെ 2 വശവും പഠിക്കുന്നതിന് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പോകുന്നത് നന്നായിരിക്കുമെന്ന അവരുടെ നിർദ്ദേശം കൂടെ ബോർഡിൽ വന്നതുകൊണ്ടാണ് നമ്മൾ കാലാവധി അടുത്ത ബോർഡ് മീറ്റിംഗിന് മുമ്പ് സമർപ്പിക്കും. അടുത്ത മാസം ഉണ്ടാവും. അവിടെയും ഒരു വ്യക്തത ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലല്ല വന്നിട്ടുള്ളത്. കർഷകർക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ ഉണ്ടാവണം. അതിന് 2 കാര്യമാണ് ഉണ്ടാവുന്നത്. വില കൂട്ടിയത് കൊണ്ട് മാത്രം കർഷകർക്ക് ആശ്വാസം കിട്ടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കില്ല. ഒന്നുകിൽ വില കൂട്ടുക, അല്ലെങ്കിൽ ഉത്പാദന ചെലവ് കുറയ്ക്കുക, കർഷകരെ സഹായിക്കുക. ഈ 2ൽ ഏതാണോ പ്രായോഗികമായി കഴിയാവുന്നത് എന്ന വിധത്തിലായിരിക്കും നമ്മൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുന്നത്. സംസ്ഥാനമാണ് നമ്മുടെ പെട്ടെന്ന് ഒരു മാസം പഠിച്ചാലും കൂടുന്നതാണെങ്കിൽ അതുപോലെയുള്ളതൊക്കെ ലാഭം ഉണ്ടാകും. ഇത് നമുക്ക് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേക സാഹചര്യമാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ പാൽ വളരെ വില കുറഞ്ഞ വിലയ്ക്ക് മന്ത്രിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആദിനമടക്കം കൊടുക്കുക മാത്രമല്ല, ഇപ്പോ അവര് നമ്മുടെ മാർക്കറ്റിൽ കടന്നു കയറി നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ് കൈയടക്കുന്ന തരത്തിലേക്ക് വന്നു. അമൂല് വരെ ഇവിടെ കയറി വന്ന് ഇപ്പൊ പല ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന വന്നിട്ടുണ്ട്. അതിന് വലിയ തോതിൽ ഇവിടെ കേരള മാർക്കറ്റിൽ വരുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു. അവർക്ക് അതിനുള്ള ചുരുങ്ങിയ വിലയ്ക്ക് പാല് വാങ്ങിക്കാൻ കിട്ടി വരുമ്പോഴും ഇവിടെ കൂടുതൽ വില കുറഞ്ഞോ അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഏജന്റുമാർക്കും കൂടുതൽ കമ്മീഷൻ മുന്നോട്ട് വിൽക്കാൻ കഴിയും. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ചിന്തയില്ലാതെ വില കൂട്ടിയാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതിനർത്ഥം ക്ഷീര കർഷകര് എല്ലാ നഷ്ടവും സഹിച്ച് നമ്മൾ ഈ കേരളത്തിലെ ജനതയ്ക്ക് പാല് കൊടുക്കണം,
നഷ്ടത്തിലേക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങളാരും തയ്യാറാവില്ല. കാരണം ഞങ്ങൾ കർഷകരായതുകൊണ്ട്. പക്ഷെ രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. നമ്മൾ കർഷകരെ നിലനിർത്തണം, അതോടൊപ്പം തന്നെ മിൽമ എന്നുള്ള പ്രസ്ഥാനം നിൽക്കണം. മിൽമ എന്നുള്ള പ്രസ്ഥാനം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞാൽ അതും കർഷകരെയാണ് ദോഷകരമായി ബാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ കർഷകർക്ക് ആശ്വാസകരമായ പദ്ധതികളുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനമെടുക്കുന്നത്. റിപ്പോർട്ട് എന്തായാലും കിട്ടും. അടുത്ത വോട്ട് നമ്മൾ തീരുമാനിക്കും. എന്താണോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിയാവുന്ന തീരുമാനം. ഓക്കെ.